അങ്ങനെ വന്നപ്പോഴോ ഹബസ അൻഹുൽ മതറ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ സമുദായത്തിന്റെ മേൽ മഴയെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരെ പരീക്ഷിച്ചത്. നമുക്കും വേണമെങ്കിൽ ചിന്തിക്കാം, നമുക്കിപ്പോ നമസ്കാരമില്ലാതെയില്ല, ദിക്റില്ലാതെയില്ല, സുജൂദിന് ഒരു കുറവുമില്ല. പക്ഷേ ഒന്ന് മാത്രമാണ് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നോമന പുത്രി ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഓടി വരികയാ. വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയോട് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കുകയാ. അവിടെ നിന്ന് ചോദിക്കുന്ന മോളെ ഫാത്തിമ, നബി മകൾ പോവി ഫാത്തിമ ബീവി പറഞ്ഞത് അജബാണ്, അവിടമിലായി മനസ്സകം തേരി ഫാത്തിമ കരഞ്ഞാറ്. മുഹമ്മദിൻ മകള് പരിശുദ്ധ കരള് ഫാത്തിമ പറഞ്ഞാനേ. ഉടനെ അജബോട് റെഡി പറയാ ഫാത്തിമ പറഞ്ഞാനേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുമ്പോ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാതു നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടത്തേക്കതാ കടന്നു വന്നത്. വെറുതെ ഇന്നത്തെ പ്രിയപ്പെട്ട മക്കള് ഉമ്മാന്റെ മുമ്പിലേക്ക് നല്ലതുപോലെ വരുന്നത് പോലെയല്ല, ഉമ്മാന്റെ മുമ്പിലേക്ക് വരുന്നത് പോലെയല്ല. പിന്നെന്തിനാ വന്നതെന്നറിയോ? ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ വന്നിട്ട് ഒന്നുപോലും വിട്ടുപോകാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിട്ട് ഇന്നേവരേക്ക് പ്രിയപ്പെട്ട ഉപ്പ അവിടത്തെ പാഠം പോലും പഠിക്കാ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാ. അതുകൊണ്ട് കടന്നു വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഫാത്തിമ ആദം നബിയുടെ ആദം നബിയുടെ പാഠം ഞാൻ പറഞ്ഞു തരാ, ഈസ നബിയുടെ പാഠം പറഞ്ഞു തരാ, ശീസ് നബിയുടെ പാഠം പറഞ്ഞു തരാ, ദാവൂദ് നബിയുടെ പാഠം പറഞ്ഞു തരാ. ഏത് നബിമാരുടെ പാഠം വേണോ അതെല്ലാം പറഞ്ഞു തരാം ഫാത്തിമ. ഒന്നും വിടില്ല ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാ, യാ ഫാത്തിമ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി തങ്ങൾ ആദ്യം ഓതി കൊടുത്തൊരായത്താണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, സുബഹി നമസ്കരിച്ചവരെ, അസർ നമസ്കരിച്ചവരെ, ഇശാ നമസ്കരിച്ചവരെ, ഓരോരുത്തരെ വിളിച്ചുകൊണ്ടാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഹഖ തുഖാതിഹി, സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ വിട പറഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഓതി കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, ഇനി എന്തൊക്കെയാ പഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ മുമ്പിൽ ഞാൻ ഓതിയിട്ട് ആയത്തില്ലേ, ആ ആയത്തേതാണെന്ന് എന്റെ പൊന്നുമോക്ക് നല്ലതുപോലെ ഞാൻ പറയാതെ എന്റെ പൊന്നുമോക്ക് അറിയാമല്ലോ. അയ്യുഹല്ലദീന ആമനൂ
വിശ്വസിച്ചതായ കൂട്ടര്, സുബൈ നമസ്കരിച്ച മനുഷ്യ, ഇശാ നമസ്കരിച്ച മനുഷ്യ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹ് നിങ്ങള് വഴിപ്പെടണേ, റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണേ. ഹഖ്ഖത്ത് ഖാതിഹി, സൂക്ഷിക്കേണ്ടുന്ന കോലത്തില്, സൂക്ഷിക്കേണ്ടുന്ന രൂപത്തില് അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഏതൊക്കെയാണ് പ്രിയപ്പെട്ട പിതാവ് എന്നാമതായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതിൽ ഒന്നാമതായി നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാ, എന്റെ പൊന്നുമോള് ഫാത്തിമ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര കാര്യങ്ങൾ പറഞ്ഞാലും തീരുമില്ല ഫാത്തിമ. അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാ. ഒന്നാമത്തെ പൊന്നുമോള് നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കൂ ഫാത്തിമ. ഒന്നാമത് റബ്ബിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് നമസ്കാരം മുടങ്ങാൻ പാടില്ല. ഇന്നിപ്പോ ദിക്ർ ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും എല്ലാത്തിനും നമ്മൾ ഉഷാറാണ് അല്ലെ. നമസ്കരിക്കാനൊക്കെ വല്ലാത്ത ഗമയ നമുക്ക് അല്ലെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാന്റെ പള്ളി വന്ന് നല്ലതുപോലെ നമസ്കരിക്കും, ഇബാദത്ത് ചെയ്യും, സ്വതക്ക ചെയ്യാൻ നമ്മുടെ നാട്ടുകാരൊക്കെ മുൻപന്തിയില്ല. ഇനി എന്തൊക്കെയാണെങ്കിലും എന്തില്ല ഒരു വിഷയമില്ല. 10,000, 1000, 10,000 അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാത്തവരാരുമില്ല. ഏതുപോലെ ഒരു മൂമ്മ എന്താ ചെയ്യുന്നത്? ഒരു ഉസ്താദെ നാളെ നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ഉസ്താദ് വെച്ചാൽ എന്താ കാര്യം? അത് കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കൊരു കിണർ ഒഴിക്കാണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല, ഞാൻ രാവിലെ എത്തി. സുബൈ നമസ്കാരം കഴിഞ്ഞ പാടെ ഉസ്താദ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നു, ഒരു കുറ്റി എടുത്ത് കൈ കൊടുത്തു. ഉസ്താദെ, കുറ്റിയൊക്കെ റെഡിയാണ്, ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി അത് കണ്ടിട്ട് കുറ്റി അടിക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, സന്തോഷമായി. ഉസ്താദ് ഇവിടെ അടിച്ചാ പോരാ പറഞ്ഞു. ഉസ്താദ് ബിസ്മില്ലാഹ് പറഞ്ഞ് ആദ്യം ഒരു അടി അടിച്ചു. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറ്റി അടിക്കാം. ആദ്യം ഒരു അടി അടിച്ചു, രണ്ടാമത്തെ അടി അടിച്ചു, മൂന്നാമത്തെ അടി അടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വെള്ളം പൊട്ടിയെന്ന് ധരിച്ചു. അത്ഭുതമല്ലേ? കിണറ് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് കുറ്റി അടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളം പൊട്ടിത്തെറിക്കാണ്. ഈ സമയത്ത് 500 വെച്ചേക്കായിരുന്നു ഈ ഉസ്താദിന് കൊടുക്കാൻ. 500 മാറ്റി ഒരു 1000 രൂപ. ഇരിക്കട്ടെ ഉസ്താദ് ഇത്രയൊന്നും വേണ്ട, കുഴപ്പമില്ല, ഇരിക്കട്ടെ, അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഒരു 1000 രൂപയും കൊടുത്തു. ഉസ്താദ് പോയി, ഉസ്താദ് ഇനിയിവിടെ കിണറായിട്ട് കുഴിക്കേണ്ട ഒരു ആവശ്യം കാണില്ല. ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ മൂപ്പിലെടുത്ത് പറയാം, അവിടുത്തെ മണ്ണെന്ന് മാന്താൻ പറയാം. അതുപോലെ ഉസ്താദിന് സന്തോഷം. ഉസ്താദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഉസ്താദ് പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തോളി. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് മണ്ണെന്ന് മാന്തി അന്ന് സിമെന്റ് ഇട്ട് കെട്ടി റെഡിയാക്കിയാൽ മതി, വേറെ ഒറ്റ വിഷയമില്ല എന്ന് പറഞ്ഞു. ഉസ്താദ് പോയതിന്റെ പിറക്കിന് പാവപ്പെട്ട വല്യപ്പ അവിടുത്തെ മണ്ണ് മാന്താൻ വേണ്ടിയിട്ട് മൺമട്ടി എടുത്ത് പതുക്കെ മണ്ണ് മാന്തി. വെള്ള കഥ അറിയല്, ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് എവിടെ നിന്നറിയോ? അടി കൂടെ വെള്ളം പോകുന്ന നല്ലൊരു പൈപ്പ് ലൈനുണ്ട്, അതിന്റെ പുറത്ത് അടിച്ചിട്ട് പോയത്. ആ പൈപ്പ് ലൈനെടുത്ത് ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയി. അപ്പോഴാണ് അല്ലാഹ് എന്റെ സ്വതക്കയും എന്റെ വിവാഹത്തുമ്പോ ഒക്കെ പോയി, ആ പഴയെല്ലാം പോയി. ഇവരൊറ്റ വാക്കുകളെല്ലാം തീർന്നില്ലേ? അതുപോലെ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പൊന്നുമോളെ ഫാത്തിമ, ഒന്നാമതായിട്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ അത് നമസ്കാരമാണ് ഫാത്തിമ, നമസ്കാരമാണ് ഫാത്തിമ. ആ നമസ്കാരമില്ലാതെ നിന്റെ സമയങ്ങളെ കൊന്നുകളയല്ലേ ഫാത്തിമ, കൊന്നുകളയല്ലേ ഫാത്തിമ. ഇന്നിവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുസ്ലിമേ, നേരം വെളുത്ത് ഇത്രയും സമയമായല്ലോ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പള്ളികളുടെ വിചാരങ്ങളിൽ കൂടിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി ഓരോ മനുഷ്യന്റെ കരണപുടങ്ങളിലേക്ക് അടച്ചു കയറുകയാ. സമയം മുതൽ ചാടിയനേറ്റവരാ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നു എന്നറിയോ? വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കുകയാ അല്ലാന്റെ പള്ളിയിൽ വരാനല്ല, അവന്റെ ജോലിക്ക് വേണ്ടിയാണ്, അവന്റെ മക്കളെ വളർത്താൻ വേണ്ടിയാ,
അവന്റെ ഭാര്യക്കൊരു രോഗം വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാശ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടാ അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ദുനിയതാ മുഴങ്ങി കേൾക്കുമ്പോ ആ സമയം മുതൽ ചാടി കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആർക്ക് വേണ്ടിയാ ഇത് പറയുന്നത് എന്നറിയോ? എനിക്കും നിനക്കും വേണ്ടിയാ പറയുന്നത്. അള്ളാന്റെ പള്ളി അല്ലാഹു വിളിക്കുകയാ. ആ വിളിക്കൊന്ന് ഉത്തരം കൊടുക്ക എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കഴിയുന്നില്ല. ഓടിപ്പോവുകയാണ്. നിന്റെ പരിസരത്തേക്ക് ഓടിപ്പോയി നിന്നുകൊണ്ട് പണിയെടുക്കുന്നു. എന്റെ മുസ്ലിമെ, ഒരൊറ്റ വട്ടമെങ്കിലും ഇതുപോലെ പണിയെടുക്കാ, ഇതുപോലെ ജോലി ചെയ്യാ, ഇതുപോലെ അധ്വാനിക്കാ. അല്ലാഹു എനിക്ക് നല്ല ആരോഗ്യം തന്നിട്ടില്ല എങ്കിലോ എങ്ങനെയാണ് റബ്ബേ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ജോലിയെടുക്കുക? ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ. ഇല്ലല്ലോ, ദുനിയാവിന്റെ പുറത്ത് പോയി നടക്കുകയാണല്ലോ. അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണല്ലോ. റബ്ബിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണല്ലോ. റസൂലുള്ളാഹിന്റെ വാക്കിനെ പുറങ്കാലം കൊണ്ട് ചവിട്ടിത്തള്ളുന്ന പാശ്ചാത്യത്തിന്റെ മറ്റ പരിഷ്കാരത്തിന്റെ പരദീസയിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മൾ ആണ്ടുപോയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആണ്ടുപോയോ? അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ഏതെന്നറിയോ? ബാങ്ക് കേട്ടാ അല്ലാഹുവേ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള വിളിയാണമാണല്ലോ. ഇതിന് ഉത്തരം കൊടുക്കാൻ ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ ജീവിച്ചു പോയാ എനിക്ക് രക്ഷയില്ല. അല്ലാഹ്, എനിക്ക് രക്ഷയില്ല റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര പേരൊക്കെ ഓടി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഒന്ന് വരാൻ കഴിയുന്നത്? എത്ര പേർ കഴിയും? ഞാൻ ഉൾപ്പെടെ ബാങ്ക് കേൾക്കുമ്പോൾ അല്ല പള്ളി എന്നുള്ള ബാങ്കാണ് കേട്ടത്, ഓടി പള്ളി പോകണമല്ലോ. എത്ര പേർക്ക് അങ്ങനെ ഇന്ന് ആളില്ല. ആനന്ദ നേറുന്ന ആറ്റലായ റസൂലല്ലേ, ആരംഭ പോനില മുസ്തഫ നബി നൂറല്ലേ, അഴകിന്റെ നാട്ടില വന്നുദീച്ചുള്ള നൂറല്ലേ, ആ തിരുതാവ കൊണ്ടുവന്ന റസൂലല്ലേ. ഇന്നും മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട യാസർ ഉസ്താദ് ഇമാമത്ത് നിന്നപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. നല്ലതുപോലെ ദുആ ചെയ്തപ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആയിരം ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ നമുക്ക് നീ ബറക്കത്ത് നൽകണേ. ഫീ റജബിൽ, അല്ലാഹുവേ റജബ് എന്ന് പറയുന്ന മാസത്തില്, ഈ റജബ് എന്ന് പറയുന്ന മാസത്തിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോയിട്ട് എല്ലാം കൊണ്ടുവന്നത്, നമസ്കാരം നമ്മളിലേക്ക് എത്തിച്ചത്. ആ നമസ്കാരത്തെ പുറങ്കാലം കൊണ്ട് ചവിട്ടിത്തള്ളുന്ന എത്രയോ ആളുകൾ നിന്റെ ഭൂമി ലോകത്തില്ലേ? നമസ്കാരത്തെ പുറങ്കാലം കൊണ്ട് ചവിട്ടിത്തള്ള. പിന്നെങ്ങനെ നമുക്ക് അല്ലാഹു തആല ഈ മഴ തരാ? ഹബസ അൻഹുമുൽ മത്തറ. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ വന്നപ്പോൾ, അല്ലാഹുവിനെ ഇഷ്ടം വെക്കാതെ വന്നപ്പോൾ, അല്ലാഹുവിന്റെ മനസ്സിന്റെ മനോമുഖത്തിൽ തൊണ്ട വരാതിരുന്നപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ അഹന്തയിലും ആർഭാടത്തിലും ആഭാസത്തിലും അഹന്തതയുടെയും ഏറ്റവും നല്ല പോലെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വാക്കുകൾ അനുസരിക്കാതെ ഈ ദുനിയാവിന്റെ ചതിക്കുഴിയാകുന്ന ഖേദത്തിലേക്ക് മനുഷ്യ സമൂഹം അവന്റെ മനസ്സുകൊണ്ട് അവന്റെ നാവ് കൊണ്ട് ആണ്ടുപോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഒരൊറ്റ വെട്ടുന്നെങ്കിലും അല്ലാഹുവേ, ഞാൻ ഈ ഒരു കോലത്തിൽ മുന്നോട്ട് പോയാൽ പിന്നീട് എനിക്ക് രക്ഷയുണ്ടാകൂല, പിന്നീട് എനിക്ക് ഒരു രക്ഷയില്ല. അല്ലാഹുവിനെ ഏതൊരു വ്യക്തി എന്ത് പരമേൽപ്പിക്കുന്നോ അവൻ വിജയിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ
ഏത് കാര്യം ഏൽപ്പിക്കട്ടെ. ഇനി അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ അടിച്ചമർത്താൻ മറ്റൊരാളെ നോക്കി, അവൻ വിചാരിച്ചാ പറ്റൂല, അള്ളാഹു വിചാരിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നീ അപ്പുറത്തൊരു 5 നില വീട് വെക്കട്ടെ, ആ വീട് വന്നിട്ട് ഇപ്പുറത്തുള്ള പറയാം, എന്നാലും അവനിക്ക് 5 നില വീടൊക്കെ ആയല്ലോ, എങ്ങനെ അവന് ചിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് അവന്റെ കച്ചവടം ഒന്ന് പൊളിക്കാം എന്നും പറഞ്ഞ് ആരെങ്കിലും നോക്കിയാൽ അവന്റെ കച്ചവടം പൊളിയൂല, അവന്റെ കച്ചവടം പൊളിയൂല, അവന്റെ ബിസിനസ്സും പൊളിയൂല. അള്ളാഹു വിചാരിക്കണം, എന്നാൽ മാത്രമേ അത് പൊളിയുള്ളൂ. അതുകൊണ്ട് പറയാൻ അള്ളാഹുവിനെ മുൻനിർത്തുക, മനസ്സിന്റെ ചെപ്പിൽ നമ്മൾ കൊണ്ടുവരിക, എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ ഫാത്തിമ നമസ്കാരമില്ലാതെ പൊന്നുമാണ്. ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് നീ വിട പറഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയം വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഫാത്തിമ. ഫൈദാ جاهدهم الموت توفته رسلنا وهم لا يفرطون. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ ഇബാദത്തെടുക്കാതെ റബ്ബിനെ കുറിച്ച് ഓർക്കാതെ ഇവിടെ നീ ജീവിച്ചു പോയാ എന്റെ പൊന്നുമോനെ മരിക്കുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഫാത്തിമ, വല്ലാത്ത ബുദ്ധിമുട്ടാ. റബ്ബിലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകുൻ മിനസ്സാലിഹീൻ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീർ ബിമാ തഅമലൂൻ. എന്റെ പ്രിയമുള്ളവരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് റബ്ബേ എനിക്കും എന്റെ ആയിട്ടുള്ള റോഹ പിടിക്കുന്നുവല്ലോ, ഈ റോഹ എനിക്കൊന്ന് ലഘുവാക്കിയ ഒന്ന് പിന്തിപ്പിച്ച ഞാൻ നല്ലതുപോലെ നമസ്കരിക്കാനല്ല. ബാങ്കിന്റെ തനിയത ഈ കാണുന്ന പള്ളികളുടെ മിനാരങ്ങളിൽ കൂടിയിട്ട് എന്റെ കരണപുടങ്ങളില് കടച്ചു കയറുമ്പോ ഓടി അല്ലാതെ നിന്റെ പള്ളിയിലേക്ക് ഞാൻ പോയേക്കാ. അതുകൊണ്ട് റബ്ബേ ഒരൽപ്പ സമയം ഒന്ന് ബന്ധിപ്പിക്കാൻ പറയുമ്പോ അള്ളാഹു പറയുന്നു, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവര് മക്കൾ കൂടിയിരിക്കാം, പ്രിയപ്പെട്ടവർ കൂടിയിരിക്കാം, നിന്റെ സഹോദരങ്ങൾ കൂടിയിരിക്കാം, നിന്റെ കൂട്ടുകാർ കൂടിയിരിക്കാം. നീ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നിന്റെ ചുറ്റുഭാഗത്ത് ആളുകളാ, അവരോട് വിളിച്ചെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, മക്കളോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഭാര്യയോട് വിളിച്ചെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, സുഹൃത്തുക്കളോട് കണ്ണുനീരോട് വെട്ടിക്കരഞ്ഞെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ സമയങ്ങൾ കളഞ്ഞുവല്ലോ, ഇനി അവർക്ക് രക്ഷയില്ല, ഇനി അവർക്ക് സമയമില്ല. റൂഹ് അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോ ആ പിടിക്കാൻ വേണ്ടി വരുമ്പോ അവര് പറയാം, അള്ളാഹുവേ ഒരല്പസമയം തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തോളാം. അള്ളാഹിന്റെ ദീനിന്റെ സദസ്സിൽ ഞാൻ പോയിരിക്കാം, വാള് കേൾക്കാം, വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ മണിമുത്തുകൾ മനസ്സിന്റെ മനോമുഖരത്തിൽ മായാതെ പറയാതെ കൊണ്ടുവരാം. എന്നൊരു മനുഷ്യന്റെ മനോമുഖരത്തിലുണ്ടാകും. മരണത്തെ കുറിച്ച് ഓർമ്മയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, നമസ്കാരമില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിന് വിട പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അസ്രായീലും കൂട്ടുകാരും അവന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവൻ പതറിപ്പോകും. അവന്റെ മുമ്പിൽ അസ്രായീൽ കടന്നു വരുന്നത് ഖുർആനും പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന മനുഷ്യ നാളെയും ഇതുപോലെ വാളിന്റെ സ്റ്റേജിൽ വന്നിരുന്നുകൊണ്ട് വാള് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, വാള് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചോദിക്കട്ടെ, അവനും കുറവാണെങ്കിലും പറയട്ടെ, ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം അതാ സിദ്റത്തുൽ മുൻതഹയുടെ താഴ്ഭാഗത്ത് ഇരിക്കുകയാ, അതിന്റെ തൊട്ടടിയിലായിട്ട് ശജറത്തുൽ മുൻതഹ എന്ന് പറയുന്ന
വൃക്ഷമുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്ത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് നിൽക്കുമ്പോ ഇന്നതാ ഒരു ഇല വന്ന് വീഴുകയാണ്. അത് ഷമീറിന്റെ പേരെഴുതിയതാണോ, അതല്ല യാസർ മന്നാൻ ഉസ്താദിന്റെ പേരെഴുതിയതാണോ, അതല്ല മറ്റുള്ളവരുടെ പേരെഴുതിയതാണോ, ആരുടെ പേരെഴുതട്ടെ? സുബ്ഹാനല്ലാഹ്. ഓ സമയമതാ അസ്രായീൽ എടുത്ത് വെച്ചുകൊണ്ടെന്ന് വായിച്ചു നോക്കുകയാണ്. അസ്രായീൽ അതെടുക്കും, ആ ഇലയെടുക്കും, ഇലയെടുത്തിട്ട് നോക്കും, അല്ലാഹ് ഇത് ആരെ പേരാണ്? ആ സമയത്തുണ്ടാകും റിയാ സാഹിബിന്റെ പേരാണ്, അല്ല ഷമീർ മന്നാനിയുടെ പേരാണ്. അല്ലാഹ് ആ സമയത്ത് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം മറ്റുള്ള മലക്കുകളോട് പറയും, മലക്കുകളെ, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു തആല കൽപ്പന കൊടുക്കുന്ന ആ സമയം, അന്ന് മുതൽ ഇങ്ങോട്ട് അവനിക്കൊരു 40 ദിവസം അല്ലാഹു തആല കൊടുക്കാൻ. ആ 40 ദിവസത്തിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവനെ പിന്തിക്കൂല. ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ അവനെ പിന്തിപ്പിക്കൂല. ആ ഒരവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഷമീറിന്റെ റൂഹിനെയാണ് അവിടെ പിടിക്കാൻ അല്ലാഹു തആല പറഞ്ഞതെങ്കിൽ അസ്രായീൽ പറയുന്നു, മലക്കുകളെ, ഷമീർ ദാരിനി എന്നല്ല പറയുന്നത്, മയ്യത്ത് വാഴ പറയുകയാണ്, മയ്യത്ത് ചിരിക്കുകയാണ്, മയ്യത്ത് ആളുകളോടൊപ്പം ഇരുന്നുകൊണ്ട് കളിതമാശകൾ പറയുകയാ എന്ന് മലക്കുൽ മൗത്തും വീട്ടുകാരൻ വിളിച്ചു പറയുന്ന ഒരവസ്ഥ വരും. പ്രിയപ്പെട്ടവരെ, ഇത് മറക്കല്ലേ, മറക്കല്ലേ സുഹൃത്തുക്കള്. അവൾ അന്ന് മലക്കുൽ മൗത്ത് വളർന്നു വരികയാ, അവന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് വരികയാണ്. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നോക്കുന്നു, പല ദിവസങ്ങളിൽ അവരവന്റെ മക്കളോടൊപ്പം ഇരുന്നുകൊണ്ട് കളിക്കുകയാ, അവന്റെ ഭാര്യയോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാ. പക്ഷേ ഫാത്തിമ, ആ മലക്കുൽ മൗത്ത് ഓരോ ദിവസവും അവിടെ വന്നുകൊണ്ട് നോക്കിയിട്ട് പോയിട്ട് പറയാ, ഇന്നും കൂടെ നീ ചൊളിച്ചോ മനുഷ്യ, ഇന്നും കൂടെ കരഞ്ഞോ മനുഷ്യ, ഇന്നും കൂടെ മക്കളെടുത്ത് വെച്ചുകൊണ്ട് താരാട്ട് പാടിക്കോ, ഇന്നും കൂടെ മക്കളെടുത്ത് വെച്ചുകൊണ്ട് കവിതമാശകൾ പറഞ്ഞു. നാളെ കഴിയുമ്പോ നിന്റെ വീട്ടിന്റെ കത്തന്നെ പറഞ്ഞിട്ട് പോകുമ്പോ എന്റെ മുസ്ലിമേ, ഈ നമ്മളെന്ന് കേൾക്കാതെ നമസ്കാരമില്ലാതെ ഇബാദത്തില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തു ഓടിയിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണല്ലോ. അല്ലാഹു നമ്മുടെ വേദനപ്പെടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്തെ തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ളവർ ചിന്തിക്കണം, മലക്കുൽ മൗത്ത് ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഒരുപാട് ഇന്നും നാളെയും വാളു പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം വിഷയങ്ങളുണ്ട്. കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തു നിന്ന് മലക്കുകൾ അവന്റെ റൂഹിനെ പിടിക്കും. അസ്രായീൽ ഒരു മനുഷ്യന്റെ തലഭാഗത്തായിരിക്കും, ആ മനുഷ്യന്റെ തലഭാഗത്തിരിക്കും. കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് കുറച്ച് മലക്ക്, അരഭാഗത്ത് കുറച്ച് മലക്ക്, മറ്റുള്ള മലക്കുകൾക്ക് പിന്നെ ഇവിടെ അരയില് ഇങ്ങനെ കുറെ മലക്കുകൾ അവന്റെ ചുറ്റും കൂടിയിരിക്കും. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള സീഡികളൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഉള്ള ഒരവസ്ഥയാണ് മനുഷ്യന്റെ അവസാനമായിട്ടാണ് അസ്രായീൽ ഒരു മനുഷ്യന്റെ ആ റൂഹിനെ അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുക. ആ സമയത്ത് രക്ഷപ്പെടുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. നമസ്കാരം കറക്റ്റായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിച്ചവൻ മാത്രമാണെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിഷയങ്ങൾ പറയണം, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ഇന്നിപ്പോ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കാം. കസേരയോട് ഈ ഉള്ള കസേരയോട് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ആളിനെ കൊണ്ടുവരണം. നിങ്ങൾ പരിസരത്തുള്ളവരെയൊക്കെ കൂട്ടി എല്ലാവരെയും കൂട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് വരണം. എല്ലാവരെയും കൊണ്ട് നിങ്ങൾ കടന്നു വന്ന് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ സദസ്സിന് നിങ്ങളൊക്കെ ഭംഗിയാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പറയാൻ, അള്ളാഹിനെ കുറിച്ച് കേൾക്കാൻ, നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ, അതിന് വേണ്ടി ഒന്നൊരുങ്ങാൻ നാളെ നിങ്ങൾ വരുമ്പോൾ ആളുകളെ നിങ്ങൾ കൊണ്ടുവരണം. എന്നാലേ നമുക്കൊരു ഉഷാറുണ്ടാവും, പറയുന്ന നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ആളെ കൂട്ടി ഇങ്ങോട്ട് വരാവും. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒന്നോട്ട് തുടങ്ങി വെച്ച് പോവാണ്, ഫസ്റ്റ് ദിവസമാണല്ലോ. അതുകൊണ്ട് പറയാൻ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കുന്ന സമയത്ത് നല്ലതുപോലെ നമസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. കേൾക്കുന്ന ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഒരു രക്ഷ ഉണ്ടാവില്ല. ഏതുപോലെ ഒരു ഉമ്മ ഒരു കുട്ടിയും കൂടിയിട്ട് എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി.
ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുമ്മല്ല, മലപ്പുറത്തുള്ളൊരു മുമ്മയാണ്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ബാങ്കെന്ന് നമ്മൾ പറയും. പക്ഷെ മലപ്പുറം ഭാഗത്തോട്ട് ചെന്നാൽ ബാങ്കെന്നുള്ള ആ ഒരു വേടങ്ങോട്ട് മാറി പിന്നെ അവിടെ അസറാങ്ക് നമ്മളോട് എന്താ പറയുക, അസർ ബാങ്ക് വിളിച്ചെന്ന അവിടെ പറയുന്നത് അസറാങ്കെന്ന. ഇതേപോലെ ഒരു മലപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട വല്യമ്മ നമ്മുടെ നാട്ടിലൊരു അയ്യപ്പൻ എന്ന് പറയുന്നൊരു ഡോക്ടറിന്റെ മുമ്പിൽ പോയി ഒരു കൊച്ചുകുട്ടിയും കൊണ്ട്. കുട്ടിക്ക് എന്തോ ഒരു അസുഖമുണ്ട്. ഈ ഡോക്ടർ ചോദിച്ചു, അല്ലമ്മ എന്താ കുട്ടിക്ക് അസുഖം? അത് സാറേ ഇന്നലെ അസറാൻ കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു വയറുവേദനയാണെന്ന് പറയുന്നു. ഈ പാവപ്പെട്ട പല സൈസ് ഗുളികളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ അസറാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഗുളിക അതിട്ടേക്കാണ്. ഇദ്ദേഹം പറഞ്ഞു, കുട്ടിക്ക് വയറുവേദന ഉണ്ടാകാനുള്ള കാര്യം നിങ്ങൾ ഈ അസറാങ്ക് പോലുള്ള ഗുളികകൾ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തു പോയാൽ കുട്ടിക്ക് രോഗം ഉണ്ടാവും, കുട്ടിക്ക് അസുഖം ഉണ്ടാവും. ഈ ഉമ്മ പറഞ്ഞു, അത് സാറേ സാധാരണഗതിയിൽ നമ്മുടെ മുസ്ലിമീങ്ങളൊക്കെ അസറാങ്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്തോളി, നാളെ മുതൽ നിങ്ങൾ ഫുള്ളായിട്ട് അസറാങ്ക് കൊടുക്കണ്ട, അതിനെ മുറിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ്. അദ്ദേഹത്തിന് എന്താണ് അസറാങ്കെന്നൂല അറിയാൻ വയ്യ. സംഭവം ഉമ്മ പറഞ്ഞെന്താ അസർ വാങ്ങുന്ന. പക്ഷെ നമുക്കത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളുടെയൊക്കെ കഥ തന്നെ. 3 പെണ്ണുങ്ങൾ വരിക്ക് ഇങ്ങനെ നമുക്ക് നമസ്കരിക്കാം. ഒരു പെണ്ണ് അപ്പുറത്ത്, ഒരു പെണ്ണിപ്പുറത്ത്, അടുത്ത പെണ്ണിപ്പുറത്ത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളിപ്പോ നമസ്കരിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് വെച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ ചെന്നുകൊണ്ട് ഇപ്പൊ നമസ്കരിക്കാം. 1ാമത്തെ പെണ്ണ് കൈകെട്ടി ഇയ്യാക നഅ്ബുദു എത്തി. 2ാമത്തെ പെണ്ണ് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹയുടെ അല്പമായി. 3ാമത്തെ പെണ്ണ് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് അടുത്ത സൂറത്ത് ഓതാൻ വേണ്ടി നിൽക്കാം. ആ സമയത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു അടുക്കളയിൽ. ആ ശബ്ദം കേട്ടപാടെ 1ാമത്തെ പെണ്ണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പറഞ്ഞ പെണ്ണ് പറയാ, എടി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, കൈയ്യട്ടിക്കാൻ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ 2ാമത്തെ പെണ്ണ് കൈയ്യട്ടിക്ക അവൾ പറയാ, എടി ഉസ്താദ് പറഞ്ഞില്ലേ നമസ്കാരത്തിൽ മിണ്ടാൻ പാടില്ലാന്ന്. ഇത് കേട്ട് ഇങ്ങനെ 3ാമത്തെ പെണ്ണ് സൂറത്ത് ഓതാൻ വേണ്ടി നിൽക്കും. പറയാ, അതുകൊണ്ടല്ലേ ഞാനിവിടെ മിണ്ടാതിരിക്കുന്നേ. ഈ ഒരു കൊലത്തിലാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറയുകയാ, സത്യമാകറിവോ പെരിയവനാണ് തലമാം കൂറുകളാണിയമ്മയുമേ ആലമിൽ കിറരാവിച്ച കിടയന്തലയിലതിലോ സഹഭരണ ശായനമേ പുറകൾ തുടങ്ങിടുന്നവുമേ. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പെണ്ണിനോട് ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമ, പെണ്ണിനോട് ജീവിതത്തില് അല്ലാഹു എനിക്കും നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സൗഭാഗ്യമേതെന്നറിയോ, ഏറ്റവും നല്ല സൗഭാഗ്യമേതെന്നറിയോ ഫാത്തിമ? ഒരു വഖത്തെങ്കിലും നല്ലതുപോലെ നമസ്കരിക്കാ, ഒരു വഖത്തെങ്കിലും നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാ പെണ്ണിനോട് നമുക്കൊന്ന് കഴിഞ്ഞു പോയാ. അതാണ് ഫാത്തിമ. ഒരു മനുഷ്യർക്ക് ഏറ്റവും നല്ലതെന്ന് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് പെണ്ണിനോട് നമസ്കാരം മുറപോലെ നീ നിർവഹിച്ചു പോയാ, നിന്റെ അടുക്കലേക്ക് അസ്രായേല് കടന്നു വരുമ്പോ നിനക്ക് രക്ഷപ്പെടാ ഫാത്തിമ. അസ്രായേൽ എപ്പോഴാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഒരു മനുഷ്യരോട് ചോദിക്കില്ല, ഞാൻ നിന്റെ രോഗിനെ പിടിക്കട്ടെ, നീ നിന്റെ നമസ്കാരങ്ങള് കളയായി പോയിട്ടുള്ള നമസ്കാരങ്ങള് നീ നമസ്കരിച്ച് വീട്ടിലോ എന്ന് ഒരാളോടും ചോദിക്കുകയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുക, അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളോട് മാത്രമാണ് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. സമ്മതമുണ്ടെങ്കിൽ രോഗനെടുക്കാൻ, സമ്മതമില്ല എങ്കിൽ തിരിച്ചു പറഞ്ഞാലും പറഞ്ഞു വിട്ടപ്പോ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ പറഞ്ഞു വിട്ടിരിക്കുകയാ, അവിടത്തെ സമ്മതമുണ്ടെങ്കിൽ, അവിടത്തെ അനുവാദമുണ്ടെങ്കിൽ അവിടത്തെ രോഗനെടുക്കാം. അല്ലാഹു പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നല്ല മലക്കുകളെ നിങ്ങൾ എന്റെ റൂഹിനെ പിടിച്ചു, എനിക്ക് വിഷയമില്ല. ലോകത്തിന്റെ നായകന്റെ റൂഹ് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്നോട് മാത്രമാ
എന്നോട് മാത്രമാണ് ആദ്യമായിട്ട് ചോദിച്ചതെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു. അവിടെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോവുകയാ. ഇവിടെ ഇരിക്കുന്ന ശരീരനോട് ചോദിക്കില്ല, ഇവിടെ ഇരിക്കുന്ന അലിമികളോട് ചോദിക്കില്ല, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കില്ല. അസ്രാഈൽ വന്നിട്ടടാ നിന്റെ റൂഹിനെ പിടിക്കാൻ പോവുകയാണ് എന്നുകൊണ്ട് പറയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ ഞാൻ സമയത്തായാൽ അസ്രാഈൽ കടന്നു വരുമെന്നുള്ളൊരു ബോധം ഒരു മനുഷ്യന്റെ മനോമകരത്തിൽ മായാതെ പറയാതെ മനീവസമാവാത്ത മനസ്സുകൊണ്ട് അവനൊന്ന് ചിന്തിച്ചു പോയാ അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവൻ മരിക്കുന്ന സമയത്ത് അവനക്ക് നല്ലതുപോലെ മരിക്കാൻ കഴിയണമെങ്കിൽ അവൻ നമസ്കാരമുള്ളവനായിട്ട് മാറട്ടെ. ഫാത്തിമ അസ്രാഈൽ അങ്ങോട്ട് കടന്നു വരുമ്പോ ഒന്ന് രക്ഷപ്പെടണോ? ആ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമസ്കാരത്തിൽ നബി തങ്ങൾ കരഞ്ഞു, وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹ് എഴുന്നേറ്റ് പോയിട്ട് പൊട്ടിക്കറിയുകയാ. നബിയെ, എന്തിനാണോ ചോദിച്ചാൽ മതി നബിയെ, അത് മുഴുവനും തരാ. റസൂലുള്ളാഹ് സൗഫ യുഅതീക റബ്ബുക ഫതർളാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹ് എഴുന്നേറ്റ് പോയിട്ട് പൊട്ടിക്കറിയുകയാ. നബിയെ, എന്തിനാണോ ചോദിച്ചാൽ മതി നബിയെ, അത് മുഴുവനും തരാ. റസൂലുള്ളാഹ് അത് മുഴുവനും തരാം നബിയെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു പോയ റസൂലുള്ളാഹി തങ്ങൾ, നബി എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അവിടെ നിന്ന് ഞാൻ തരും, ഉറപ്പാൻ. അതിനകത്തൊരു സംശയമില്ല. എന്റെ ഹബീബാൻ, അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉള്ള ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഉള്ളവർ ഒന്ന് ഉറക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ കേട്ടോ. അള്ളാന്റെ ഹബീബ് പറയാ, അല്ല ആയിഷ, എനിക്കൊരു കുറച്ച് സമയം ഒന്ന് വേണം. നബിതങ്ങൾക്ക് സമയം കൊടുത്തു. നബിതങ്ങൾ പോയി നമസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നാ നമ്മൾ എത്രത്തോളം കരയണം പ്രിയപ്പെട്ടവരെ. നമസ്കാരത്തിന് വേണ്ടി ഹസരായിട്ട് പോവുകയാണ്.